ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. ജനങ്ങളും രാജ്യവും സ്വയം പര്യാപ്തമാകുന്നതിന്റെ പാത സ്വദേശിയിലൂടെ മാത്രമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന സാധനങ്ങൾ മാത്രമേ വാങ്ങുകയുള്ളൂ എന്ന് ദൃഢനിശ്ചയമെടുക്കണമെന്നും മൻ കി ബാത്ത് 126 പതിപ്പിലൂടെ അദ്ദേഹം പൌരന്മാരോട് അഭ്യർത്ഥിച്ചു. ഖാദി പോലെ രാജ്യത്തെ കൈത്തറി, കരകൌശല മേഖലകളിലും ഗണ്യമായ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് കാണാമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഏതെങ്കിലും ഒരു ഖാദി ഉൽപ്പന്നം വാങ്ങണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ശുചിത്വം എന്നത് വീടിന്റെ 4 ചുവരുകളിൽ മാത്രം ഒതുങ്ങരുതെന്നും തെരുവ്, കമ്പോളം, ഗ്രാമം എന്നിങ്ങനെ എല്ലായിടത്തും ശുചിത്വം വരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമായി മാറണമെന്നും ശ്രീ നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. അടുത്ത വർഷം മാർച്ച് 31 രാജ്യത്ത് നിന്ന് ഇടതുപക്ഷ തീവ്രവാദം പൂർണ്ണമായി ഇല്ലാതാകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ നക്സൽ മുക്ത് ഭാരത് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2014 അധികാരത്തിലെത്തുമ്പോൾ കേന്ദ്ര സർക്കാർ ആഭ്യന്തര സുരക്ഷയിൽ ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ട മേഖലകളാണ് ജമ്മുകാശ്മീർ, വടക്കുകിഴക്ക്, ഇടതുപക്ഷ തീവ്രവാദ ഇടനാഴി. ഈ വെല്ലുവിളികൾ നേരിടുന്നതിന് സർക്കാർ ദൂരവ്യാപക നയമാണ് സ്വീകരിച്ചതെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു. അതിനിടെ ഛത്തീസ്ഗഡിൽ കാങ്കർ ജില്ലയിലെ വനമേഖലയിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 3 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. കരൂരിൽ തമിഴക വെട്രി കഴകം സംഘടിപ്പിച്ച റാലിക്കിടെയുണ്ടായ ദുരന്തത്തെക്കുറിച്ച് ഏകാംഗ കമ്മീഷൻ അന്വേഷിക്കുമെന്ന് തമിഴ്നാട് സർക്കാർ. ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് അരുണ ജഗദീശനാണ് അന്വേഷണം നടത്തുക. ഇന്നലെ നടന്ന ദുരന്തത്തിൽ 40 പേർക്കാണ് ജീവഹാനിയുണ്ടായത്. പരിക്കേറ്റ 81 പേരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് 4 TVK നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. അതേസമയം മരിച്ചവരുടെ ആശ്രിതർക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതം നൽകും. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് TVK സ്ഥാപകനും നടനുമായ വിജയ് 20 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു. അധികാരികളും ജനങ്ങളും തമ്മിൽ ദ്വിമുഖ ആശയവിനിമയം ഉണ്ടായിരിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ. രാജ്ഭവൻ പുതുതായി പ്രസിദ്ധീകരിക്കുന്ന രാജ്ഹംസ് പ്രകാശന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ വിരുദ്ധ അഭിപ്രായങ്ങളെയും സ്വാഗതം ചെയ്യുക എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്ന് രാജ്ഹംസ് മാസികയുടെ പ്രകാശനം നിർവഹിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരാതികളും മുഖ്യമന്ത്രിയോട് പറയുന്നതിനായി മുഖ്യമന്ത്രി എന്നോടൊപ്പം സിറ്റിസൺ കണക്ട് സെന്റർ നാളെ പ്രവർത്തനം ആരംഭിക്കും. 1800-425-6789 എന്ന ടോൾ ഫ്രീ നമ്പരിലൂടെയാണ് ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരാതികളും പറയാൻ കഴിയുക. സംസ്ഥാന സർക്കാരും പൊതുജനങ്ങളും തമ്മിലുള്ള ആശയവിനിമയം പരിപോഷിപ്പിക്കുകയാണ് ലക്ഷ്യം. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ പബ്ലിസിറ്റി പ്രവർത്തന അവലോകനം സംബന്ധിച്ച ഇന്റർമീഡിയ പബ്ലിസിറ്റി കോർഡിനേഷൻ കമ്മിറ്റി യോഗം നാളെ തിരുവനന്തപുരത്ത് നടക്കും. സ്റ്റാച്യു ഊപ്പളം റോഡിലുള്ള BSNL ഭവൻ കോൺഫറൻസ് ഹാളിൽ നാളെ വൈകുന്നേരം 3-നാണ് യോഗം. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ ജനറൽ V. പളനിച്ചാമി അധ്യക്ഷത വഹിക്കും. നിയമസഭാ സമ്മേളനം നാളെ പുനരാരംഭിക്കും. ചൊവ്വാഴ്ച പിരിയുന്ന സഭ ഒക്ടോബർ 6 മുതൽ 10 വരെ ചേരും. വോട്ടർ പട്ടിക പരിശോധന സംബന്ധിച്ച പ്രമേയം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ സഭയിൽ അവതരിപ്പിക്കും. ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ പാകിസ്ഥാനെതിരെ ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ പാകിസ്ഥാൻ 3 ഓവർ പിന്നിടുമ്പോൾ 30 റൺസ് നേടി. ISSF ജൂനിയർ വേൾഡ് കപ്പ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സ്വർണം. വനിതകളുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻസ് ഇനത്തിൽ അനുഷ്ക തോക്കൂറാണ് സ്വർണം നേടിയത്. അനുഷ്കയുടെ 2ാം സ്വർണമാണിത്. ജൂനിയർ പുരുഷന്മാരുടെ മത്സരത്തിൽ അഡ്രിയൻ കർമാക്കർ വെള്ളി നേടി. 4 സ്വർണവും 6 വെള്ളിയും 3 വെങ്കലവുമായി ഇന്ത്യ നിലവിൽ 1ാമതാണ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തൃശൂർ കോഴിക്കോട് ദേശീയപാതയിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനടുത്ത് കൊഹിനൂരിൽ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ കാറിടിച്ച് ഒരു കുട്ടി മരിക്കുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ദേശീയപാതയോരത്ത് നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിലേക്ക് നിയന്ത്രണം വിട്ടെത്തിയ കാർ ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയാണ് മരണപ്പെട്ടത്. ഹയർ സെക്കൻഡറി NSS പ്രവർത്തനങ്ങൾ ഡിജിറ്റലാക്കാൻ മാനേജ്മെന്റ് പോർട്ടലുകളുമായി കൈറ്റ്. ഈ അധ്യയന വർഷം മുതൽ 2 ലക്ഷത്തോളം കുട്ടികൾ അംഗങ്ങളായുള്ള NSS യൂണിറ്റുകളുടെ ഭരണപരമായ പ്രവർത്തനങ്ങൾ ഇതോടെ പൂർണ്ണമായും ഓൺലൈനായി മാറും. എല്ലാ NSS യൂണിറ്റുകൾക്കും പോർട്ടലും ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും സുഗമമായി പ്രവർത്തിക്കുന്നതിന് കൈറ്റ് സാങ്കേതിക സഹായം നൽകും.
ഇറാനെതിരെ ഐക്യരാഷ്ട്രസഭ വീണ്ടും സാമ്പത്തിക സൈനിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തി 10 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഉപരോധം ഏർപ്പെടുത്തിയത്. ആണവ കരാർ ലംഘിക്കുന്നതായി ചൂണ്ടിക്കാട്ടി UK, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങളാണ് ഇറാനുമേൽ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമിട്ടത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.